ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ കോടതിക്ക് പുറത്തൊരു ചെരുപ്പേറിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ആ ചെരുപ്പെറിഞ്ഞത് BJP പ്രവർത്തകരാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. BJP അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു എസ് പണിക്കരാണ് ചെരുപ്പെറിഞ്ഞത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണിത്. ആ ദൃശ്യങ്ങളിൽ കാണാം ആ ഷൂ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ എറിയുന്നത്. BJP പ്രവർത്തകർ കോടതിക്ക് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു. അതിൽ ഉണ്ടായിരുന്ന BJPയുടെ അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു എസ് പണിക്കരാണ് ഈ പ്രതിക്ക് നേരെ ചെരുപ്പെറിഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ ആ എറിയുന്ന ആളെയും ഒക്കെ കൃത്യമായി കാണുകയും ചെയ്യാം. ആ സമയത്തുണ്ടായ പ്രതിഷേധമാണ് അതിന് പിന്നിൽ എന്ന് വേണം കരുതാൻ. അത് ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ കോടതിക്ക് പുറത്ത് ആ പ്രതിഷേധം ആ ഘട്ടത്തിലുണ്ടായി. മനീഷ്, ഒരു കാര്യം കൂടിയുള്ളത്, ഇയാൾ കസ്റ്റഡിയിൽ നൽകിയ മൊഴി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഈ സ്വർണം ഏറ്റവും നിർണായകം ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നത് തന്നെയാണല്ലോ ഈ കേസിൽ. അതിലേക്ക് നീങ്ങാവുന്ന, അതിലേക്ക് വിരൽ ചൂണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കസ്റ്റഡിയിൽ പോലീസിനോട്, പ്രത്യേക അന്വേഷണ സംഘത്തോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പഠിച്ച കള്ളനാണ്. ദേവസ്വം വിജിലൻസിന് മുമ്പിൽ പല കാര്യങ്ങളും ഇയാൾ മറച്ചു വെച്ചിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന് മുൻപിൽ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരിക എന്നത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊണ്ടി മുതലടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പരിപാവനമായ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണ്ണമടക്കം തിരിച്ച് കൊണ്ടുവരേണ്ട, ആ നഷ്ടപ്പെട്ട സ്വർണം എവിടെയാണ്, അത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോഴും ഇയാളുമായിട്ടുള്ള തെളിവെടുപ്പിനിടയിലും ഇയാളിൽ നിന്ന് വിവരം ശേഖരിക്കുമ്പോൾ മൊഴിയെടുക്കുമ്പോഴും ഒക്കെ തന്നെ അത്തരം കാര്യങ്ങളിൽ സസൂക്ഷ്മമായി വളരെ ആലോചിച്ചും വളരെ സങ്കീർണമായ അന്വേഷണം, കുറ്റാന്വേഷണമായിരിക്കും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ 2 കിലോ സ്വർണ്ണമാണ് ഇതെന്നോ അറസ്റ്റ് മെമ്മോ എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 2 കിലോ സ്വർണ്ണ അതായത് ദ്വാരപാലക ശില്പത്തിൽ നിന്നെടുത്ത് 2 കിലോയാണോ, അതോ മുൻ വാതിലുണ്ടായിരുന്ന വാതിൽപ്പടിയിലെ 2 കിലോയാണോ, 2019 മാത്രമാണോ ഇയാൾ ഈ സ്വർണ്ണം അടർത്തി മാറ്റി, അത് രാസ പ്രക്രിയ നടത്തി ചെമ്പിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുള്ളത്? അങ്ങനെ ഇയാൾ 2 കിലോ സ്വർണം അപഹരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവ്, ഒപ്പം തന്നെ അത് എവിടേക്ക് മാറ്റി, നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്നതിന്റെ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു സ്വർണ്ണപ്പാളി, അതായത് ഈ ചെമ്പിൽ നിന്ന് മാറ്റിയ പാളിയിൽ അത് സ്വർണ്ണപ്പാളിയാകുമ്പോൾ അതിലൊരു പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. ഇതിൽ അന്വേഷണ സംഘത്തിന് സംശയിക്കുന്നത് ഇത് ഒരു സ്വർണത്തിന്റെ മൂല്യം എന്ന രീതിയിൽ ഇത് വിറ്റതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തിന്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ, ശബരിമലയുടെ പേരിൽ, ശബരിമലയിൽ ആ വിഗ്രഹത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു ദ്വാരപാലക ശില്പത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു സ്വർണ്ണപ്പാളി എന്ന രീതിയിൽ ആ വിശ്വാസത്തെ വിറ്റു, ആ വിശ്വാസത്തെ മാർക്കറ്റ് ചെയ്തു, ഭക്തിയെ മാർക്കറ്റ് ചെയ്ത് ഏതോ ഉന്നതനായ ആളുകൾക്ക് ഇത് വിറ്റിരിക്കാം എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതാദ്യം പുറത്തു പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആദ്യമേ തന്നെ പുറത്തു പറഞ്ഞിരുന്നു. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട മോഷണ വസ്തുക്കൾ പോയിട്ടുണ്ടാവുക ഏതെങ്കിലും ഉന്നതന്റെ വീട്ടിലായിരിക്കാം, പൂജാമുറിയിലായിരിക്കാം. അത്തരത്തിൽ വിശ്വാസത്തിന്റെ രീതിയിലേക്ക് വിൽപ്പന നടത്തിയതാകാം. എങ്കിൽ അത് രാജ്യത്തിന് പുറത്തേക്ക് പോലും കൊണ്ടുപോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഉന്നതനാരാണ്, ഒപ്പം തന്നെ ഈ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കുക എന്നതാണ് ഈ അന്വേഷണത്തിലെ ഏറ്റവും സുപ്രധാന ഘട്ടം. അതിലേക്ക് വിരൽ ചൂണ്ടാവുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ പ്രതി എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ SIT ആ വഴിക്ക് തന്നെയാകും നീങ്ങുന്നത്. അതിനൊരു ഉത്തരം കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകും എന്ന് നമുക്ക് കരുതാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.